വകുപ്പ് മന്ത്രി അറിയാതെ വിചിത്ര പരിഷ്കാരവുമായി എം.ആർ. അജിത് കുമാർ. എക്സൈസ് മന്ത്രിക്ക് എക്സൈസ് ഉദ്യോഗസ്ഥൻ എസ്കോർട്ട് പോകണമെന്ന വിചിത്ര നിർദ്ദേശവുമായി എക്സൈസ് കമ്മീഷണർ എം.ആർ. അജിത് കുമാർ. ഇന്നലെ വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് അജിത് കുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോട്ടലിലോ ഗസ്റ്റ് ഹൗസിലോ മന്ത്രി താമസിച്ചാലും ഉദ്യോഗസ്ഥരും വാഹനവും ഉണ്ടാകണമെന്നും അജിത് കുമാറിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ സ്വന്തമായി ഫണ്ട് കണ്ടെത്തണമെന്നും അദ്ദേഹം യോഗത്തിൽ നിർദ്ദേശം നൽകി. മന്ത്രിക്ക് എസ്കോർട്ട് നൽകുന്ന ദിവസം എൻഫോഴ്സ്മെന്റ് നടപടികൾ വേണ്ടെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം വകുപ്പ് മന്ത്രി അറിയാതെയാണെന്നാണ് വിവരം. എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെക്കുറിച്ച് അറിയില്ലെന്നും അങ്ങനെ ഒരു ഉത്തരവിന് സാധ്യതയില്ലെന്നുമാണ് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിന്റെ പ്രതികരണം. എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശത്തിൽ മന്ത്രി എം.ബി. രാജേഷ് കടുത്ത അതൃപ്തി അറിയിച്ചതായാണ് വിവരം. സംഭവം വാർത്തയായതോടെ മന്ത്രി എം.ബി. രാജേഷിന്റെ ഓഫീസ് അജിത് കുമാറുമായി ബന്ധപ്പെട്ടു. ജില്ലയുടെ മേധാവിയായ ഡെപ്യൂട്ടി കമ്മീഷണർ മന്ത്രി അതാത് ജില്ലയിലെത്തുമ്പോൾ ബ്രീഫ് ചെയ്യാറുണ്ടെന്നും അതിൽ അടുത്തിടെ ചില വീഴ്ചകൾ സംഭവിച്ചെന്നുമാണ് എക്സൈസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച് നൽകിയ വിശദീകരണം. അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തതെന്നും എക്സൈസ് കമ്മീഷണർ വിശദീകരിച്ചു. അജിത് കുമാറിന്റെ നിർദ്ദേശത്തെ തള്ളി മന്ത്രി വി. ശിവൻകുട്ടി രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ലെന്നുമാണ് ശിവൻകുട്ടി പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുരക്ഷയ്ക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില മാധ്യമങ്ങൾ UDF-നെ അധികാരത്തിലേറ്റുമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങൾ LDF-നെ ഭരണത്തിലെത്തിക്കുമെന്നും അതാണ് കേരളത്തിൽ കണ്ടുവരുന്നതെന്നും വി. ശിവൻകുട്ടി വ്യക്തമാക്കി. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ന്റെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റുമടക്കം ചിലർ തീരുമാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ശേഷം LDF-ന് ഭരണ തുടർച്ചയാണ് ഉണ്ടായത്. ജനങ്ങൾ എന്തിന് ഇടതുമുന്നണിയെ വേണ്ട എന്ന് പറയണം? ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ₹1 അഴിമതി ആരോപണം ഉണ്ടോ എന്നും മന്ത്രി വി. ശിവൻകുട്ടി ചോദിച്ചു.